നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിലൊന്നാണ് ഇന്ന് പുലർച്ചെ റഷ്യയിലുണ്ടായതെന്ന് റിപ്പോർട്ട്. പിന്നാലെ സുനാമിയും ആഞ്ഞടിച്ചു. 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ വടക്കൻ പസഫിക് മേഖലയിൽ സുനാമിക്ക് കാരണമാവുകയും അലാസ്ക, ഹവായ്, മറ്റ് തീരങ്ങൾ എന്നിവയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഹോണോലുലുവിൽ സുനാമി മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുകയും ആളുകൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു. ജപ്പാനിലെ പ്രധാന ദ്വീപുകളുടെ വടക്കേ അറ്റത്തുള്ള ഹൊക്കൈഡോയിൽ തെക്കൻ തീരത്തുള്ള ടോക്കാച്ചിയിൽ 40 സെന്റിമീറ്റർ അളവിൽ സുനാമി കണ്ടെത്തിയതായും ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ഉക്രൈനിലെ സൈനിക യൂണിറ്റിന്റെ പരിശീലന കേന്ദ്രത്തിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 3 മരണം, 18 പേർക്ക് പരിക്കേറ്റു. ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് അറുതിയില്ലാത്ത ഗാസയിൽ ഇന്നലെ മാത്രം 62 പലസ്തീനുകാർ കൂടി കൊല്ലപ്പെട്ടതോടെ യുദ്ധത്തിലെ മരണസംഖ്യ 60,034 ആയി. ഗാസയിൽ 662 ദിവസം പിന്നിട്ട യുദ്ധത്തിൽ 36 പേരിൽ ഒരാൾ എന്ന നിരക്കിലാണ് മരണം. മുണ്ടക്കൈ ചൂരൽമലയിലെ വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. ജീവിതം തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഇവിടുത്തെ ജനത. ദുരന്തത്തിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴും ബാക്കിയാകുന്നു. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നിസാറിന്റെ വിക്ഷേപണം ഇന്ന്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വൈകിട്ട് 5:40 ISROയുടെ GSLV VF-16 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്തുന്നത്. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾക്കെതിരെ പോലീസ് എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. KP ശശികല ടീച്ചർ, SJR കുമാർ, ഡോക്ടർ KS രാധാകൃഷ്ണൻ, മുൻ DGP TP സെൻകുമാർ എന്നിവർക്കെതിരായ കേസാണ് റദ്ദാക്കിയത്. സംസ്ഥാനത്ത് IAS തലപ്പത്ത് അഴിച്ചുപണി. 25 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ഡോക്ടർ K വാസുകിയെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിച്ചു. വാസുകിയുടെ ഒഴിവിൽ തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി S ഷാനവാസ് ചുമതലയേൽക്കും. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ കൂട്ടിരിപ്പുകാരി കൊല്ലപ്പെട്ടതിൽ രക്ഷാപ്രവർത്തനം വൈകിട്ടില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ജില്ലാ കളക്ടർ ആരോഗ്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. മൃതദേഹം ഇന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റീപോസ്റ്റ്മോർട്ടം നടത്തും. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നായിരുന്നു ഷാർജയിലെ ഫോറൻസിക് പരിശോധനാ ഫലം. ഇൻഫോ പാർക്കിലെ ശുചിമുറിയിൽ ഒളിക്യാമറ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. പാർക്ക് സെന്റർ കെട്ടിടത്തിലെ വനിതാ ശുചിമുറിയിലാണ് ക്യാമറ കണ്ടെത്തിയത്. പാർക്ക് സെന്റർ ഡെപ്യൂട്ടി മാനേജർ നൽകിയ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു. തൃശൂർ കൂട്ടാലയിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടിത്തള്ളിയ സംഭവത്തിൽ പ്രതി കുറ്റസമ്മതം നടത്തി. സ്വർണമാലയ്ക്ക് വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി സുമേഷ് വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ 2 പേരെ സുരക്ഷാ സേന വധിച്ചു. അതിർത്തിയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരരും സുരക്ഷാ സേനയും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായതെന്നാണ് വിവരം. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ പെരുമാറുന്നത് ഏകാധിപത്യ രീതിയിലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഒരു തെറ്റും ചെയ്യാത്ത കന്യാസ്ത്രീകളെ ജയിലിലടച്ചുവെന്നും BJP നേതാക്കൾ പറയുന്നത് കടുത്ത അസംബന്ധമാണെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. പ്രമുഖ IT വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുരുക്കി 30 കോടി തട്ടാൻ ശ്രമിച്ച പ്രൈവറ്റ് സെക്രട്ടറിയായ യുവതിയും ഭർത്താവും അറസ്റ്റിൽ. തൃശൂർ വലപ്പാടി സ്വദേശി ശ്വേത, ഭർത്താവ് കൃഷ്ണദേവ് എന്നിവരെയാണ് കൊച്ചി സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വൻ കുതിച്ചുകയറ്റം. ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് വില 9210 രൂപയും. പവന് 480 രൂപ ഉയർന്ന് 73,680 രൂപയുമായി. സ്പീഡ് ന്യൂസ് അവസാനിച്ചു. നമസ്കാരം.